ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അറഫ നോമ്പും പെരുന്നാരാവും പെരുന്നാളിൻ്റെയൊക്കെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് കാണാം. നോമ്പിന് പിന്നെ അറഫ നോമ്പിന് ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത്. കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ട്. പിന്നെ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കണേണ്. അത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കാനുള്ളതാണ്, രാവിലെ കഴിക്കാനുള്ളതാണ് പത്തിരി ഇതേപോലെ പിന്നെ പരുത്തി പൊടിയൊക്കെ തട്ടിയൊന്ന് ഒരു പാത്രത്തിൽ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇതെടുത്ത് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പത്തിരി ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഏറിയേറാത്ത ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ തന്നെ എടുത്ത് ചുട്ടെടുത്താൽ മതി. പുറത്ത് വെക്കണം, കുറച്ച് നേരം എടുത്തിട്ട് ഒരു മണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ ചുട്ടെടുത്ത് നല്ല സോഫ്റ്റ് പത്തിരിയായി കിട്ടും. പിന്നെ രാവിലെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. പിന്നെ കോഫി ഉണ്ടാക്കണേണ് നോമ്പ് തുറക്കാനായിട്ട്. പിന്നെ അതിനായിട്ട് പിന്നെ പാല് തിളപ്പിച്ച് പിന്നെ കോഫിപ്പൊടിയൊക്കെ ഇട്ട് കോഫി ഉണ്ടാക്കണേണ്. പിന്നെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല, അത് 2-3 കുറച്ച് പുറത്തുനിന്ന് വാങ്ങിച്ചേക്കണേണ് കടയിൽ നിന്ന്. പിന്നെ അധികം കുറച്ച് പിന്നെ ജ്യൂസും ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പം ചായ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം റെഡിയാക്കി ചിലപ്പോൾ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കണേണ്. പിന്നെ ഞങ്ങളിപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് പുറത്ത് പോകും വൈകിട്ട്. പിന്നെ പെരുന്നാരാവിനൊക്കെ ഇവിടെ നല്ല ആഘോഷമാണ്. പുറത്തൊക്കെ നല്ല ആളും ബഹളവും ഒച്ചയും നല്ല ഇതാണ് കാണാനൊക്കെ. പിന്നെ കടകളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് വള വാങ്ങിക്കാനും ഇതിനൊക്കെ നല്ല ഇതാണ്. അതൊക്കെ ഒന്ന് കാണാനായിട്ട് പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു മണിയായി. പിന്നെ 1 മണിയായപ്പോൾ ഞാൻ പത്തിരി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീച്ച് സുബൈ നിസ്കാരവും കഴിഞ്ഞ ശേഷം പിന്നെ അടുക്കളയിലേക്ക് കയറി പത്തിരി ചുടണേണ്. പിന്നെ പത്തിരിയൊക്കെ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പ് തന്നെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. പിന്നെ ചായ ഉണ്ടാക്കാൻ പത്തിരി ചുടണ ഇടയിൽ തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പത്തിരിക്ക് കരൾ വരട്ടിയതാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ കരൾ എടുത്ത് വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ ഒന്ന് പിന്നെ ഉണ്ടാക്കണം. അതിനായിട്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ഇതെല്ലാം കഴുകി വെള്ളമെല്ലാം കഴിഞ്ഞ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കുറച്ച് പിന്നെ സവാളയും കുറച്ച് മുളക് പൊടി മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് പിന്നെ വിസിലടിപ്പിച്ച് എടുത്താൽ മതി. പിന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം, ഒന്ന് വരട്ടിയതുപോലെ ആക്കി എടുക്കണം. പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്, നോമ്പിന് ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റും ഉണ്ട്. പിന്നെ പത്തിരി, ബീഫ് റോസ്റ്റും ഇത് തേങ്ങാപ്പാലും ഇതൊക്കെയാണ് നല്ല ടേസ്റ്റുള്ള. പിന്നെ ലിവർ റോസ്റ്റാണ്. പിന്നെ ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പിന്നെ ഇതിൽ കമൻറ്റ് ചെയ്താൽ റെസിപ്പി വേറെ ഇട്ട് തരാം. പത്തിരി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തേങ്ങാപ്പാൽ അതിൻ്റെ മേളിൽ ഒഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കുക ചെയ്യണം. നല്ല ടേസ്റ്റാണ് പത്തിരി ഇങ്ങനെ തേങ്ങാപ്പാലിൽ കുതിർത്തതിന് ശേഷം. പിന്നെ പിന്നെ ലിവർ റോസ്റ്റും പിന്നെ ബീഫ് റോസ്റ്റൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പത്തിരി. ഇതേപോലെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ കുതിർത്ത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. പത്തിരിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ മുക്കിയെടുത്തിട്ടാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചായയുടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറിൻ്റെ പണിക്ക് നിൽക്കാൻ വേണം. പിന്നെ അത് ബിരിയാണിയാണ് ഉണ്ടാക്കണത്. ചിക്കൻ ബിരിയാണി, ദം ബിരിയാണിയാണ്. പിന്നെ ഇതെല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ കഴുകി നല്ലതുപോലെ കഴുകിയതിന് ശേഷം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അരി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പാത്രത്തിൽ അരി വേകാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കണത്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഈ മസാല ഉണ്ടാക്കണത്. ഇത് പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ വീഡിയോ തന്നെ ഉണ്ട്. പിന്നെ വേണ്ടവർ അത് കാണുക.
നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ ഇതിൻ്റെ മേളിൽ ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. പിന്നെ അതിൻ്റെ മേളിൽ പിന്നെ ഈ ചോറ് വെന്ത ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ ദം ചെയ്ത് വെക്കണം. എന്നിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് ദം പൊട്ടിച്ചിട്ട് പിന്നെ കഴിച്ചാൽ മതി. ഇപ്പോൾ ദം പൊട്ടിച്ച് ഇനിയിപ്പോൾ ഇതെല്ലാം പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാവരും ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഗസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളുടെ പെരുന്നാരാവും നോമ്പും പെരുന്നാളൊക്കെ ഇങ്ങനെ ആയിരുന്നു.